മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന വാക്പോര് മുറുകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ വാദം. ദുരന്ത സഹായം വലിയ രാഷ്ട്രീയവാദമായി ഇതിനകം മാറിക്കഴിഞ്ഞുവെന്ന് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് നിന്ന് ദീപക് തെർമടം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തെർമടം. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് കരുതുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. അതെ, കുഴപ്പമില്ലാതെ പോകുന്നു എസ് കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ മുഖ്യമന്ത്രി കേന്ദ്രത്തെ ഈ വിഷയത്തിൽ കടന്നാക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി കൂടി കേന്ദ്രത്തെ കടന്നാക്രമിക്കുന്നു. അതായത് നേരത്തെ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൊക്കെ ഇപ്പോഴും കേന്ദ്രം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം വന്നതോടുകൂടി മുഖ്യമന്ത്രി കേന്ദ്രത്തെ കടന്നാക്രമിക്കുകയാണ്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ പരത്തലിൽ ജനങ്ങൾ വീണു പോകരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാദം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ SDRF ഫണ്ടിൻ്റെ കണക്ക് കൃത്യമായി നൽകുന്നില്ല എന്ന ഹൈക്കോടതിയുടെ വിമർശനം വന്നിരുന്നു. അതിൽ കോടതിയിൽ സമയം ചോദിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഏതായാലും ഫലത്തിൽ ഇതുവരെ ഈ നാടിനെ നടുക്കിയ, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട തരത്തിലുള്ള ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എസ് കെ എൻ. ഏതായാലും അതിപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദമായി. അതായത് കേന്ദ്രം പണം നൽകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്ര സംസ്ഥാന പോരായി, വാക്പോരുകളായി ഇത് മാറുകയാണ്. പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷമാണെങ്കിൽ ഈ വിഷയത്തിൽ രണ്ടു കൂട്ടരെയും വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത്. അതായത് ദുരന്തം കഴിഞ്ഞു, ദുരന്തത്തിൻ്റെ അതിജീവനം ചർച്ച ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപ ടൗൺഷിപ്പിൽ ഒരു വീടിന് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയത്. കേന്ദ്ര സഹായം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. SDRFിലെ പണം ആ രീതിയിൽ ചെലവഴിക്കാൻ പറ്റില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും കേന്ദ്ര സഹായം കിട്ടിയേ പറ്റൂ, അത് കൂടിയേ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ തീരുമാനം. പക്ഷേ എന്നാൽ സംസ്ഥാനമാണെങ്കിൽ ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഈ ചൂരൽമലയിലെ പുനരധിവാസ സഹായം മാറുകയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തെർമടം.